ಸ್ಟಾರ್ಟ್ ಮಾಡು ಆಕ್ಸಿಲೇಟರ್ കൊടുക്ക് ಏನ್ ಮಾಡಿ ഏത് വെഹിക്കിള് ഏത് വണ്ടി നമ്മളെ വണ്ടി ഫുള്ള് സെറ്റ് ആണല്ലോ അല്ലേ ടെന്റ് പാത്രങ്ങള് ചട്ടി ഓ വെള്ളോ ഇതെന്താ കലക്കിയുള്ള അവന് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അവനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അവൻ തമിഴ്നാട് മുഴുവനും സൈക്കിളിൽ ഇറങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗറാണ്. ധർമ്മസ്ഥല ഇതാണോ ക്ഷേത്രം? ഇതിനകത്തോട്ട് പോകണം. ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ. അപ്പൊ ആദ്യത്തെ പഞ്ചറാണ് അടിച്ചിരിക്കുന്നത് അല്ലേ? അടിക്കണം എന്നല്ല, അടക്കണം. അടച്ചിട്ടില്ല പറയും. അപ്പൊ ആദ്യത്തെ പഞ്ചർ അടിച്ചിട്ടുണ്ട്. ഇനി പഞ്ചർ അടച്ചിട്ട് പറയാം. കാന്താര മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി എന്നാട്ടോ പറയണത്. ചോറ് നോക്കിയാ ചോറിന്റെ കളറ് ഇത് മട്ടാരിയാടാ, മഞ്ഞ കളർ ഇട്ട ചോറിന്റെ. പിന്നെ മീന് അച്ചാറ്, വേറെ ഒന്നുമില്ല, പപ്പടൊന്നുമില്ല. വണ്ടി സെറ്റായി, നമ്മള് സെറ്റായി. പ്ലാൻ ഒന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ മംഗലാപുരത്തെ സേലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ വന്നിട്ടാണ് ഇവനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അവസാനം അവൻ വന്ന് ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാൻ പോവാണ്. യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ടൊന്നും പറയണില്ല. യാത്ര ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങാം. ഇവൻ്റെ കയ്യിൽ അത്യാവശ്യം സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. ഇവനെ ഞാനിങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസം നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇനി അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. സേലത്തൂരിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. പോലാമാ. കന്നഡയിൽ 2 വാക്ക് കീച്ച് സാറേ. അത് പോകുമ്പോൾ പിന്നല്ലേ എന്തെങ്കിലും 2 വാക്ക്. അത്രയും വലിയ ബ്ലോഗറായിട്ട് നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ പറ്റൂല. ഇത് മലയാളത്തിൽ പറയേണ്ടത് കന്നഡയിൽ കീച്ചിക്കോ. അപ്പൊ ശരി, ഞങ്ങൾ കയറാൻ കേട്ടോ. അവന് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അവനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അവൻ തമിഴ്നാട് മുഴുവനും സൈക്കിളിൽ ഇറങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗറാണ്. ബഷീറാ ഡോ മോനെ, ഇതിലിട്ടാലോ ഇതിലിടാ. അതവിടെ വെച്ചോ, അത് വേണ്ട, അതവന് കൊടുക്കി. വണ്ടി വിന്റേജ് വണ്ടി, സെറ്റ് സാധനം, ഓരോ പവർ സാധനം ഇതിലോട്ട് വിട്ട് കഴിഞ്ഞാ സംഭവം കളറാവും. 4 ആള് നോക്കൂ. ഏതോ മുതലോക്ക് ഏത് വിട്ലാപുത്തൂർ കൂർഗ് കൊടുക്ക് പോണ റോഡാ? എത്ര കിലോമീറ്റർ? 120-140 എത്ര ഉണ്ട്. ഇത് സ്ട്രൈറ്റ് പോയ ബീച്ച് റോഡ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ഉൾഗ്രാമങ്ങളിലേക്ക് കൂടെയാണ് കേട്ടോ. ഉൾഗ്രാമങ്ങൾ. അപ്പോ ഞാനിവനെ പരിചയപ്പെടുമ്പോഴേ, ഫസ്റ്റ് ടൈം പരിചയപ്പെടുമ്പോ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഇവനോട് സ്ഥലം എവിടെയെന്ന് വെച്ചപ്പോ മംഗലാപുരം സിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ സിറ്റിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. മംഗലാപുരം സിറ്റി ഒരു പെട്ടിക്കട പോലും ഇല്ല ഗായ്സ്. സീറോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ടാങ്ക് 4.40 ലിറ്റർ, 4.40 ലിറ്റർ. മൈലേജ് എത്ര ഉണ്ട് നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, നമുക്ക് മൊത്തത്തിലൊരു ലക്ഷ്യമൊന്നുമില്ല കേട്ടോ. കർണാടകനെ അറിയാം, കർണാടകയിലെ ഉൾഗ്രാമങ്ങൾ കാണുക. ഫസ്റ്റത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇപ്പൊ ചൂടായതുകൊണ്ട് തന്നെ യാത്രയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ചിക്ക്മാംഗ്ലൂർ, സേലത്തൂർ ടു ചിക്ക്മാംഗ്ലൂർ. ഏകദേശം 180 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഇന്ന് നമ്മൾ വൈകിട്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആ ഒരു ടൈമിന് നമ്മൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു ലോങ് യാത്രക്കുള്ള, ഒരു ചെറിയൊരു ലോങ് റൈഡിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ തുടങ്ങുന്നു. യാത്രയിൽ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചിക്ക്മാംഗ്ലൂർ മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങൾ, അവിടെയുള്ള ആൾക്കാർ നമുക്കിങ്ങനെ പരിചയപ്പെട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് വലിയ പരിപാടികളൊന്നുമില്ലല്ലോ. മെല്ലെ നിർത്തി കാണേണ്ടതൊക്കെ കണ്ട്, കാണിക്കേണ്ടതൊക്കെ കാണിച്ച്, അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ട് തന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ പോവാം. ക്ലാസ് ഇട്ട് പോണേ. മെൽക്കർ എന്ന് പറയുന്ന ഒരു ടൗണ്. മെൽക്കറിനല്ലേ നാഷണൽ ഹൈവേ ബാംഗ്ലൂർ നാഷണൽ ഹൈവേ. മൈസൂർ ടച്ച് ആവില്ല. മൈസൂർ പോകണമെങ്കിലും അതിൽ തന്നെ പോവാം.
അതിൽ പോകാൻ പറ്റില്ല. ഇതിലല്ലേ ചാർമാടി ആയിട്ട് പോണെങ്കിൽ നമ്മ ഇപ്പൊ പോകുന്ന വഴിയില്ല ചിക്കമംഗ്ലൂർ ചാർമാടി. മറ്റാള് സിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഗായ്സ്. ഞാൻ അറിയാണ്ടൊന്നും പറഞ്ഞു പോയി. മംഗലാപുരം സിറ്റി അല്ല, പട്ടിക്കാടാളുള്ളത്. ഒരു തൊയിരല്ല, പഴയ സിറ്റി അടിച്ചിട്ട് പോളൂ എന്ന് പറഞ്ഞിട്ട് ഓരോ സിറ്റികള് സർക്കിളുകൾ കാണിച്ചു തന്നിട്ട് സിറ്റി പഴയ സിറ്റിയാണ്, ഇനി പുതിയ സിറ്റിക്ക് പോള് പറഞ്ഞിട്ട് ആകെ. നീയല്ലേ പറഞ്ഞത് പുഴ കിട്ടില്ല എന്നൊക്കെ. ഡാമാ ഡാമാ റിസർവേറാ? അതെന്താ റിസർവേറാ? അടിപൊളി പുഴ. കാവേരി ആവൂലേ? കാവേരി ഒന്നല്ല, നേത്രാവതി. കൂർഗിൽ മാത്രം. ആ സൈഡാണല്ലേ കാവേരി. നേത്രാവതി പുഴയാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ. കാന്താര മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ ഇവൻ പറയണത്. കാന്താര. പിന്നെ ധർമ്മസ്ഥല പോണ റോഡല്ലത്, ധർമ്മസ്ഥലയൊക്കെ പോകുന്ന റോഡാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പഞ്ചർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 50 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവൂലേ നമ്മള്. ചെറിയൊരു പഞ്ചറ്. നമ്മളിങ്ങനെ കിട്ടുന്ന അടികളൊക്കെ നമ്മൾ എന്താ പറയാ, 2 കൈ നീട്ടി സ്വീകരിക്കണം. നമ്മളെ അവിടെ ഇതൊന്നും കിട്ടിയില്ല, പഞ്ചറേറ കിട്ടിയില്ല. അപ്പൊ കുറച്ച് ഇപ്പുറത്തേക്ക് എന്തായാലും അത്രയും ദൂരം നമ്മൾ ഓടി വന്ന് അവിടുന്ന് തന്നെ എന്തൊക്കെ മിസ്സിങ് കാണിക്കണ്ടായിരുന്നു. എന്താ സ്റ്റിയറിങ് വിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എയർ കുറവാന്ന് വിചാരിച്ച് ജസ്റ്റ് ഫ്രണ്ട് നോക്കിയതാ. എയറൊക്കെ നമ്മൾ അവിടുന്ന് പമ്പെന്ന് അടിച്ചില്ലേ, 2 എയറൊക്കെ അടിച്ച് ഇനി ശേഷം കിട്ടിയ പണിയാണ്. കുഴപ്പമില്ല, ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. അതാണ് വൈബ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ പഞ്ചറാണ് അടിച്ചിരിക്കുന്നത് അല്ലേ? അടിക്കണം എന്നല്ല, അടക്കണം. അടച്ചിട്ടില്ല പറയും. അപ്പൊ ആദ്യത്തെ പഞ്ചർ അടിച്ചിട്ടുണ്ട്. ഇനി പഞ്ചർ അടച്ചിട്ട് പറയാം. സംഭവം പഞ്ചറല്ല കേട്ടോ, നേരത്തെ നമ്മൾ കാറ്റടിച്ചില്ലേ പമ്പന്ന്, അതിൽ കിട്ടിയ പണിയാ. നൈട്രജൻ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളിലെ ഇതേപോലെ കാറ്റാട് പോകാറുണ്ട്. എത്ര? 10 രൂപ. ഇതുണ്ടോ ക്യാഷ് നോട്ടുണ്ടോ? ഇന്ത്യൻ റുപ്പീസ് എടുത്ത് കൊടുക്ക്. ഇന്ത്യയിൽ പിന്നെ ഡോളറുള്ളൂ കേട്ടോ. എന്തിലും ഡോളർ മാത്രമല്ലേ. ധർമ്മസ്ഥല ഇതാണോ ക്ഷേത്രം? ഇതിനകത്തോട്ട് പോകണം. ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് കേട്ടോ ധർമ്മസ്ഥല. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഒരു ഹൈവേയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നല്ല വെയില്. നമുക്കിനി എന്തെങ്കിലും ഒരു ഫുഡ് അല്ലെങ്കിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നേരത്തിന്, കാര്യമായിട്ടല്ല ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നേരത്തിലൊരു സ്പോട്ട് തപ്പിട്ടാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. ഈ സിറ്റിയൊക്കെ ഒന്ന് വിട്ട് പോയതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ. സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പോകുന്നത് ആ ഭാഗത്തേക്കാണ് കേട്ടോ. എന്താ ഘാട്ടിൻ്റെ പേരെന്താ? ചാർമാടി ഘാട്ട്. ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. 2 ഘാട്ട് വഴി പോകാല്ലേ? 2 റൂട്ട് ഉണ്ടല്ലേ? 2 റൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കുതിരമുക്ക. കുതിരമുക്ക എന്ന് പറഞ്ഞാൽ മറ്റേ അല്ല, അവിടെ ഫുൾ ജാർ സോഡ മെഡിക്കൽ സോഡ ഒക്കെ കുടിക്കണ്ടേ? ബോർഡൊക്കെ കണ്ടായിരുന്നു. അങ്ങോട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങോട്ട് ഇപ്പോൾ ഇവിടുന്ന് ഉത്ഭവിക്കണ തോന്നണു അല്ലേ? ഈ ഘാട്ടിന്ന് തോന്നുന്നുണ്ട്. ചാൻസ് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. റോഡ് അപ്പുറത്ത് പുതിയതാവുന്നുണ്ട്. ഇത് പഴയ റോഡ്, അത് ഹൈവേ പണി നടക്കുന്നുണ്ട്. റോഡ് പണി നടക്കാം കേട്ടോ. കുറച്ച് ദൂരം അലമ്പ്. പുതിയ റോഡ് കണ്ട. റോഡൊക്കെ ഇതുവരെയൊക്കെ നല്ല റോഡാട്ടോ. നല്ല അവിടെ വരെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞാണ് നല്ല റോഡ്, അടിപൊളി റോഡ്, സ്മൂത്തായിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ പുതിയ റോഡ് കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും, കളറാവും. സഹോ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവിടുന്ന് കഴിച്ചിട്ട് പോവാന്ന്. എന്നിട്ടിപ്പോ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് പറഞ്ഞിട്ട് ഫുള്ള് കാട് മാത്രാണ് ഗായ്സ്. ഒരു കട പോലും ഇല്ല. നമ്മള് ചാർമാടി കുന്നുകളാണ് ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാർമാടി ഘാട്ട് റൂട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കടകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈസൂരൊക്കെ കിട്ടുന്ന സാധനല്ലേ ആ ഉണ്ടാ അല്ലേ? കറി കൂട്ടി കഴിക്കാം. കർണാടകയുടെ മെയിൻ സാധനം കേട്ടോ. നമ്മള് മൈസൂരൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ഉണ്ട തേങ്ങയുടെ പോലത്തെ
കടവ്. എടാ വേറെ എന്തെങ്കിലും നോക്കടാ. എടാ നല്ല വിശക്കുണ്ടാ. ഇത് നല്ല അടിപൊളിയാ. എനിക്ക് പറ്റുന്ന തോന്നണില്ല. അവിടെ എന്താ, അവിടെ എന്തോ ടേബിളൊക്കെ ഉണ്ട് അതവിടെ. അപ്പൊ നമ്മള് ഒരു ചോറുണ്ട് പറഞ്ഞു കേട്ടോ. ഒരു ചോറും മീൻകറിയും പിന്നെ ഒരു പിണ്ടി. കർണാടകയുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പിണ്ടി എന്ന് പറഞ്ഞു. എന്താ മൈസൂരൊക്കെ കിട്ടുമല്ലോ ഈ സാധനം. മൈസൂരൊക്കെ മെയിൻ സാധനമാണ് ഈ സാധനം. ആ തേങ്ങയുടെ പോലത്തെ ഉണ്ടല്ലേ മാവ്. നമുക്കിന്നത് കാണാം. ഇവൻ കഴിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ എനിക്ക് ചോറ് വിട്ട് കളിയില്ല. ചോറ് ബിരിയാണി അത് വിട്ട് പരിപാടി ഇല്ലായിരുന്നു. ലാസ്റ്റ് അവർ ഇല്ലാന്നൊക്കെ പറഞ്ഞ് അവർക്കാർക്കൊക്കെ കഴിക്കാൻ വെച്ചാൽ തോന്നുന്നു. ഒരാൾക്ക് തരാ പറഞ്ഞു. കുറേ കെഞ്ചിയപ്പോൾ അപ്പോൾ ഒരു ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ട്. മീൻകറി, ചോറ് എനിക്ക്, പിണ്ടി, വേറെ എന്താ കാര്യം എന്താ, പിണ്ടി സാമ്പാറും എനിക്ക്. എന്തായാലും ഫുഡ് വരട്ടെ കേട്ടോ. നോക്കട്ടെ ഞാൻ ഓൻ കഴിക്കണേ കാണിച്ചു തരാം പിണ്ടി. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ഫിഷ് കറി മീൽസ്. ഇതാണ് അവൻ്റെ പിണ്ടി. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല, നമുക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇതല്ല പിണ്ടി, ഇത് കൊഴുക്കട്ട, നമ്മളെ നാട്ടിലത്തെ കൊഴുക്കട്ട. ഇതെന്താ കറി? മീൻ കറിയാ? അത് മീൻ്റെ ചാറോന്നോ? വെജ കടല. ഇതാണ് കർണാടകയിലെ ചോറ്. നോക്കിയാ ചോറിന്റെ കളറ്. ഇത് മട്ടാരിയാടാ, മഞ്ഞ കളർ ഇട്ട ചോറിന്റെ. പിന്നെ മീന്, അച്ചാറ്, വേറെ ഒന്നുമില്ല. പപ്പടം ഒന്നുമില്ല. ഇവിടെ പപ്പടം ഒന്നും കഴിക്കില്ല. തിരുവനന്തപുരത്ത് പപ്പടം പേര് അവിയലൊന്നും ഇല്ല അല്ലേ? അച്ചാറുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മെനു മതിയില്ല. കുഴപ്പമില്ല, സത്യം. അപ്പോൾ ഇത് തീർക്കട്ടെ കേട്ടോ. രാവിലെ മധുരം കഴിച്ചിട്ടേ ആകെ കിറങ്ങിയിട്ട് വെയിലും കൊണ്ടിട്ട് നല്ല എന്തെങ്കിലും കഴിച്ചിട്ടാന്നുണ്ടെങ്കിൽ എൻ്റെ സകല ഉഷാറും പോകും. ഇപ്പോൾ വണ്ടി നിർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉഷാറ് പോയി, സംസാരിക്കാനുള്ളത് പോയി എന്ന് പറഞ്ഞിട്ടാണ് എനർജി. അപ്പോൾ എനർജി റീഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കേണ്ടി വരും. മനുഷ്യനല്ലേ പുള്ളേ, അങ്ങോട്ട് നോക്കിയാ മനുഷ്യനാണ്. ചോറ് കൊള്ളാട്ടോ. പപ്പടമൊക്കെ കൊണ്ടുവന്നു തന്നു. ചോറ് കൊള്ളാം. നല്ല മട്ടാരി, വെജ് കറി. ഓനവിടെ ഒരു തിരക്കുന്ന് പിണ്ടി കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഉണ്ട കൊഴുക്കട്ട. ഞാനിവിടെ ഒരു തിരക്കുന്ന് ചോറ് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. കഴിക്കട്ടെ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ളൊരു ഊണ്. ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിലെ കേട്ടോ, കർണാടകയിലെ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിലെ മംഗളപുരത്തെ ചാർമാടി ഹിൽസിന് കുറച്ച് ഇപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നിന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ചാർമാടി ഹിൽസാണ്. ചാർമാടി ഘാട്ടിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്രയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വൈകിട്ട് ബാംഗ്ലൂരിലേക്കാണ് എത്തുന്നത്. അപ്പോൾ പിന്നെ തൽക്കാലത്തേക്ക്